ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ഒരു സാധാരണ നേതാവിലേക്കല്ല, ഭരണസിരാ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടത്തിയ ആള് സംസ്ഥാനത്തെ ഭരണത്തിലിരിക്കുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രിയുടെ അടുപ്പക്കാരനാണ്. കോവൂരിൽ എല്ലാവർക്കും അറിയാം ആരുടെ പേര് പറഞ്ഞാണ് ഈ പണം വാങ്ങിയതെന്ന്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേര് പറഞ്ഞാണ് ഈ പണം വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു സാധാരണ അഴിമതി ആരോപണമല്ല. ഗൗരവമേറിയ പല പ്രശ്നങ്ങളും ഈ വിഷയത്തിലുണ്ട്. മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് ഈ അഴിമതി നടത്തിയതെങ്കിൽ അതിന് പിന്നിൽ എന്തെല്ലാം നടന്നു എന്നുള്ളത് ഗൗരവമായി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. വ്യാപകമായ തീവെട്ടിക്കൊള്ളയാണ് CPM നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള കോംട്രസ്റ്റ് ഏറ്റെടുക്കണമെന്ന് സുപ്രീം കോടതി അടക്കം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ആ കോംട്രസ്റ്റ് തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് വലിയ ഹോട്ടൽ സമുച്ചയമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇതേ സംഘങ്ങൾ തന്നെയാണ് അതിന് പിന്നിൽ. കോംട്രസ്റ്റ് തൊഴിലാളികളെ ചതിച്ച് വലിയ തോതിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ അവിടെ വലിയ കെട്ടിട സമുച്ചയം പണിയാൻ, ഒരു ഹോട്ടൽ സമുച്ചയം പണിയാൻ അണിയറയിൽ ഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതേ ആരോപണ വിധേയർ തന്നെയാണ് ഇതിന് പിന്നിലും ഉള്ളത്. കോഴിക്കോട്ട് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായിരുന്നു KSRTC ബസ് സ്റ്റേഷന്റെ നവീകരണം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. KSRTC ബസ് സ്റ്റേഷൻ പുതുക്കി പണിത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റിയതിൽ വലിയ അഴിമതിയായിരുന്നു നടന്നത്. കോടികളുടെ അഴിമതി. നിർമ്മാണം പൂർത്തിയായി ഒരു കൊല്ലം കഴിയുമ്പോൾ ബലക്ഷയം കണ്ടിരിക്കുക. കെട്ടിടം തകർന്നു വീഴുമെന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാലേ അതിന്റെ തകരാറുകൾ പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അതിലും അഴിമതിയാണ്. തുറമുഖ വകുപ്പ് കോഴിക്കോട് കടപ്പുറത്ത് ഹോട്ടൽ സമുച്ചയം പണിയാൻ അനധികൃതമായി ഒരു CPM നേതാവിന്റെ ബന്ധുവിന് സ്ഥലം അനുവദിച്ചിരിക്കുക. ഇത് കോഴിക്കോട്ടെ പാർട്ടിക്കകത്ത് വലിയ ചർച്ചയാണ്. എല്ലാവരും അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണത്തിലുള്ള എല്ലാവരും ചേർന്ന് വലിയ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. PSC അഴിമതി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാണ് പണം വാങ്ങിയതെന്നാണ് പറയുന്നത്. അത് ശരിയായ നിലയിൽ അന്വേഷിക്കപ്പെടണം. ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ പാർട്ടിക്ക് പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. പാർട്ടി കോടതി അന്വേഷിക്കേണ്ട കാര്യമല്ല ഇത്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അവിടെയുള്ള ഒരു മെമ്പർക്ക് നിയമനം ലഭിക്കാൻ കോഴ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ചെറിയ കാര്യമല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ ശരിയായ അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. ഇത് തുടർച്ചയായി നടക്കുന്ന പല അഴിമതികളുടെയും ഭാഗം തന്നെയാണ്. ഒരു അഴിമതിയല്ല, ഒറ്റപ്പെട്ട അഴിമതിയല്ല. 3-4 കാര്യങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, കോംട്രസ്റ്റ് തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് കെട്ടിട സമുച്ചയവും ഹോട്ടൽ സമുച്ചയവും പണിയാനുള്ള നീക്കം ഇതേ സംഘം തന്നെയാണ് നടത്തുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് അനധികൃതമായി ഹോട്ടൽ സമുച്ചയത്തിന് സ്ഥലം അനുവദിച്ചത് പ്രമുഖനായ ഒരു നേതാവിന്റെ സഹോദരനാണ്. വ്യാപകമായ തോതിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ CPM നേതാക്കൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവൻ. അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ചു നടക്കുന്ന ഈ അഴിമതികളെല്ലാം. കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റേഷന്റെ വിഷയം ഞാൻ പറഞ്ഞു. കുറച്ച് കാലങ്ങളായിട്ട് വലിയ അഴിമതിയാണ്
ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ചേർന്ന്, ഭരണത്തിൽ സ്വാധീനമുള്ള ആളുകൾ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഭരണ സംവിധാനങ്ങളുടെ, സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയുണ്ട്. CPM നേതാക്കൾ ഒറ്റയ്ക്കും കൂട്ടായും ഈ അവസാന സർക്കാരിനെ ഉപയോഗിച്ച് കോടികൾ കൊയ്യുകയാണ്. പാർട്ടി നേതാക്കളുടെ ഇത്തരം വഴിവിട്ട ഇടപാടുകൾ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരടക്കം പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടപടിയൊന്നുമില്ല. ഇന്നിപ്പോൾ MA ബേബി പറഞ്ഞിരിക്കുന്ന ഒന്നാണ്. MA ബേബി ഇത് പച്ചക്കുതിരയിൽ എഴുതുകയല്ലല്ലോ വേണ്ടത്. MA ബേബിക്ക് ആർജവം ഉണ്ടെങ്കിൽ ഇത് പാർട്ടിയിൽ പറഞ്ഞ് അതിന് നടപടി എടുപ്പിക്കണ്ടേ? പിണറായി വിജയനെതിരെ